അദ്ദേഹം ഓരോ ആഴ്ചയും അധ്യായങ്ങൾ വായിക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തു. ഒരു ദിവസം ഏതോ മിത്രത്തിൻ്റെ മരണ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത് വഴി അദ്ദേഹം വീട്ടിൽ വന്ന രാത്രി ഞാൻ ഓർക്കുന്നു. അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങൾക്കുള്ള അത്താഴം പങ്കിടാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിതയുടെ തീയിൽ അടുപ്പ് കൂട്ടുന്നത് പോലെ അത് അനുചിതമായിരിക്കും. അത് ആരാച്ചാർ നോവലിലെ എൻ്റെ തന്നെ ഒരു വാക്യമായിരുന്നു. അത് ഞാൻ എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ആ പുസ്തകം വായിച്ചത് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു വിമാനയാത്രയിൽ സഖാവ് SRP ആരാച്ചാർ നോവൽ വായിക്കുന്നതായി കണ്ടു. അദ്ദേഹം ആരാച്ചാർ നോവലിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളിലൊന്ന് പരിഭാഷകളാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്. ആരാച്ചാർ പരിഭാഷയായ ഡോക്ടർ J. നെല്ലിക്കയുടെ വിവർത്തനം ഹാങ്വുമൺ ആണ്. ആദ്യത്തേത് തീർച്ചയായും MT വാസുദേവൻ നായരുടെ 2ാം എഴുത്തിൻ്റെ പരിഭാഷ, രണ്ടാമത്തേത് എൻ്റെ പുസ്തകത്തിൻ്റെ പരിഭാഷ എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ അതിനു മുമ്പ് KLF-ൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ശ്രീമതി ബൃന്ദ കാരാട്ട് എൻ്റെ ഹാങ്വുമൺ എന്ന പരിഭാഷ വായിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. ഇപ്പോൾ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിമാർ കൃത്യമായി വായിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ ആരാച്ചാർ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളിൽ നീതി എന്ന ആശയത്തിൻ്റെ പുതിയ സമവാക്യങ്ങളുടെ രൂപീകരണത്തിൽ ഉപയോഗപ്പെടുന്നു എന്ന അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും 1981 മുതൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ആശയ രൂപീകരണത്തെ സ്വാധീനിച്ചിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വ പദവി, ബാലസംഘം ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളുടെ നേതൃത്വ പദവി വളരെ അഭിനന്ദനാർഹമായതും സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രൊഫസർ A. സുധാകരൻ്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രത്യേക സന്ദർഭം എഴുത്തുകാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാമോ, രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാമോ എന്ന വലിയൊരു ചർച്ച 21ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് കാൽഭാഗം പിന്നിട്ട് ഒരവസ്ഥയിൽ അതിനുത്തരം പറയേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ അതിലൂടെ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ പാർട്ടി മെമ്പർ ആയതുകൊണ്ടല്ല, പാർട്ടിയിൽ അംഗമാകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല, ഏതെങ്കിലും അധികാര സ്ഥാപനത്തിലോ സർക്കാർ പദവിയിലോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും തസ്തിക വഹിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടോ അല്ല. എൻ്റെ 56 വയസ്സായി. ഇപ്പോൾ സർക്കാർ സർവീസിലുണ്ടായിരുന്നെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചവരുടെ എല്ലാം റിട്ടയർമെൻറ്റ് സമ്മേളനങ്ങളിൽ അതിഥിയായി പോവുകയായിരുന്നു. സാഹിത്യമായതുകൊണ്ടും സർഗാത്മക രംഗത്തായതുകൊണ്ടും റിട്ടയർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചു കാലം കൂടി നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളോട് പ്രതിഷേധിച്ചുകൊണ്ട്, നിങ്ങളോട് കലഹിച്ചുകൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളില്ലാതെ എൻ്റെ യാത്ര, ഉദാഹരണത്തിന് നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ വളരെ ഫേമസായ എൻ്റെ സിനിമയിലെടുത്ത കാലമാണിതെന്ന് നിങ്ങൾക്കറിയാം. ജെൻസി ഭാഷയിൽ പറഞ്ഞാൽ
നമ്മളിങ്ങനെ എയറിൽ നിൽക്കുന്ന സമയമാണെന്ന് എന്നറിയാം. പക്ഷെ ഞാൻ എന്നും എയറിൽ തന്നെ ആയിരുന്നു. ഞാനിങ്ങനെ ചിറക് വിരിച്ച് പറന്ന് താഴെയുള്ള ഈ കലവിനെയൊക്കെ കണ്ട് രസിച്ച് ആസ്വദിച്ച് എഴുതുന്ന ഒരാളുമായിരുന്നു. അതുകൊണ്ട് എറിയുന്ന കല്ലുകളൊക്കെ പെറുക്കിക്കൂട്ടി ഞാൻ വേറൊരു കൊട്ടാരം പണിയുമെന്നല്ലാതെ അഭിപ്രായം പറയുന്നത് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഭാഷ്യത്തിൻ്റെ പേരിലോ അഭാവത്തിൻ്റെ പേരിലോ എന്തെങ്കിലും അവകാശപ്പെടാൻ ഞാനൊരു മിടുക്കിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിനുമല്ല, മറിച്ച് ഈ കാലം അത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും എന്നെ വായിക്കുന്ന എൻ്റെ മകളുടെ പ്രായക്കാരായ പിന്നാലെ വരുന്ന ഓരോ പെൺകുട്ടിയോടും എനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന ബോധ്യത്തിലുമാണ്. രാഹുൽ ഇവിടെ പറയട്ടെ, ഞാൻ രാഹുലിൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടെയാണ് കേട്ടത്. ആ